ഇങ്ങനെയുള്ള മീൻ കാണണമെങ്കിലും വാങ്ങണമെങ്കിലും തിന്നണമെങ്കിലും ഇവിടെ വിഴിഞ്ഞത്ത് വരണം. അതാണ് ഇപ്പൊ നല്ല പടക്കണ നത്തോലി ഇപ്പൊ നമ്മൾ കാണിച്ചത്. നല്ല ജീവനുള്ള സാധനങ്ങളുടെ അടുത്ത് ഇങ്ങനെ പടക്കുകയും ചെയ്തത്. എല്ലാം വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ആ സൈഡില് ആൾക്കാർ വാങ്ങി പോകണം. ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കൂടിയൊക്കെ അത് വെച്ച് ഇതുപോലെ തിക്കുന്നതിരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണി വരെ ഇവിടെ മാർക്കറ്റ് ഉണ്ടാവാറുണ്ട്. 4 മണി വരെ ഉണ്ട്. 4 മണി വരെ ഉണ്ട്. 4 മണിയാകുമ്പോഴേക്കും അവസാനിക്കും. ഏകദേശം ഒരാളെല്ലാം വന്നു കഴിയും. പിന്നെ പിറ്റേ ദിവസം നോക്കി നാളേക്ക് നോക്കിയാൽ പിന്നെ രാത്രി 9 മണിക്ക് അപ്പുറത്ത് മാറും. എല്ലാം അതിനുള്ളിൽ നിറച്ച് മീനാണ്. മൊത്തം നെത്തോലിയാണ് മൊത്തം ഉള്ളത്. നെത്തോലിയും പിന്നെ ചെറിയ നെത്തോലി പാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ചെറിയ അയിലകൾ, പിന്നെ വലിയ അയില അപൂർവം കുറവാണ്. പിന്നെ കളിമീൻ, പിന്നെ അതുപോലെ കാര, പൊടിക്കാര, പിന്നെ അതുപോലെ തന്നെ ക്ലാത്തി, വെള്ളക്ലാത്തി, കറുത്ത ക്ലാത്തി, അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം ഇവിടെ ഇന്ന് വരുന്നുണ്ട്. രൂപ 1000 രൂപ 1050 1000 അമ്മച്ചി ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ? അമ്മച്ചി അവിടെ മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മീനാണ്. ചേട്ടൻ എത്ര ഇത്? 200 രൂപ. ഇത് നഷ്ടമാണല്ലോ 200 രൂപയ്ക്ക്. ഭയങ്കര നഷ്ടമാട്ടോ അത്. ഇത് ഭയങ്കര നഷ്ടം 200 രൂപയ്ക്ക്. നീര് മാറിയിട്ടില്ലല്ലേ? സാധാരണ കറങ്ങിയിട്ട് കളിമീനാണ്. കളിമീൻ ലേലം പിടിക്കാൻ കൊണ്ടുപോകണം. ലേലം പിടിക്കാൻ കൊണ്ടുപോകണം. എല്ലാ കുറവ് വലിയ കുറവ് ഇങ്ങനെയുള്ള ള്ള ദേഷ്യം കാണിക്കുന്നത്. മീൻ വാങ്ങിക്കാത്തതിനുള്ള ദേഷ്യം അവരത്. നല്ല മീനാണ്, അടിപൊളി മീനാണ്.
വിഴിഞ്ഞത്ത് വന്നാൽ നമ്മുടെ അമ്മച്ചിമാരെ നല്ല മീൻ വാങ്ങിക്കാം, നല്ല ജീവനുള്ള മീൻ. എന്ത് വിലക്കിട്ട് കിട്ടി? അച്ചാർ നല്ല സൂപ്പർ അച്ചാർ. ആ, എത്ര വെച്ചത്? ഇനി ഇവിടെ വരുമ്പോ വിഴിഞ്ഞത്ത് വരുമ്പോ ഈ അമ്മച്ചിയുടെ അടുത്ത് മാറ്റാം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയാണ്. ഈ അമ്മച്ചി പറയാനായിട്ടില്ലേ? $50 $50